കൃഷ്ണനേട്ടാ നമസ്കാരം. ഈ മല്ലു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് മല്ലു IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ IAS വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് വരുന്ന വാർത്തകൾ. അതായത് അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ട്, ഇപ്പോൾ സസ്പെൻഷൻ നടപടി എന്തായാലും ഉണ്ടായി. അപ്പോൾ ആ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ കഴിയില്ല എന്നും ഇനി അതല്ല യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള രണ്ട് തരത്തിലുള്ള വാദഗതികൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം മല്ലു വാട്സപ്പ് ഗ്രൂപ്പാണ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സസ്പെൻഷൻ നടപടി നിലനിൽക്കുമോ, ഇനി അതല്ല മറ്റു തരത്തിൽ എന്തെങ്കിലും നടപടി അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുമോ? അത് ഈ IASകാർക്കിടയിലെ ചേരിപ്പോരും മറ്റു വിഷയങ്ങളും ഒക്കെയാണ് ഇതിപ്പോൾ ഇങ്ങനെ ചർച്ചയാകാൻ കാരണം. നമുക്കറിയാം ഈ IASകാരുടെ ഇടയിൽ സ്ഥാപിത താല്പര്യക്കാരും ഒക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്കും അതിലെ പല ഉദ്യോഗസ്ഥർക്കും എതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ ജയിലിലായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ശിവശങ്കരൻ, IAS ഓഫീസറാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ്, മല്ലു ഹിന്ദു ഓഫ് അങ്ങനെ എന്തോ പറഞ്ഞാണ് അവർ ആ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. എന്തായാലും മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിന് അവർ അടിസ്ഥാനം ഇട്ടത്. അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സാധനം പിന്നെ പലരെ ആഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരു യുവ IAS ഓഫീസറെ, ഒരു വനിതാ ഓഫീസറെ ആഡ് ചെയ്തു. അവര് സ്ക്രീൻഷോട്ട് അടക്കം പരാതിപ്പെട്ടു. ഈ പരാതി കൊടുത്ത IAS ഓഫീസർ ആരാണ്, യുവ IAS ഓഫീസർ ആരാണ്, നമുക്ക് കിട്ടുന്നുണ്ടോ? അത് വിവരങ്ങൾ അങ്ങനെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഈ യുവ IAS ഉദ്യോഗസ്ഥ, നമുക്ക് ചില ഊഹങ്ങളേ ഉള്ളൂ. ഈ ഊഹം വെച്ച് ആരുടെയും പേര് പറയുന്നത് ശരിയല്ല. പക്ഷെ ലഭിക്കുന്ന വാർത്ത നമുക്കിതാണ്, ഇങ്ങനൊരു പരാതി പോലീസിന് കിട്ടി. അപ്പോഴാണ് ഈ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായ ഗോപാലകൃഷ്ണനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അദ്ദേഹമാണ് ഇതിൻ്റെ അഡ്മിൻ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പും പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഇങ്ങനെ ആൾക്കാരെ ചേർക്കുന്നു. എന്നിട്ട് ഗോപാലകൃഷ്ണൻ രംഗത്ത് വരുന്നു, എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി അത് പരാതിയാക്കി പോലീസിന്. ഇതാണ് നടന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ 11 ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു എന്നൊക്കെയാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരം. അന്ന് ഈ 11ഓളം ഗ്രൂപ്പുകൾ. അപ്പോൾ എന്തായാലും ഈ പോലീസ് അന്വേഷണം നടന്നു. ഇപ്പോൾ ആ പോലീസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGP നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കൊടുത്തിട്ടുണ്ട്. ഈ ശരിക്കും ഈ ഗോപാലകൃഷ്ണനെതിരെ നടപടി, ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് അല്ലേ, പക്ഷേ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാനോ മറ്റ് നിയമ നടപടിക്കോ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതൊരു നിയമപരമായ ഒരു നിയമലംഘനമല്ല, ഒരു കുറ്റകൃത്യമല്ല. ഒരാളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു, ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പക്ഷെ ആ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തുകൂടി ദേശവിരുദ്ധമായ കാര്യങ്ങൾ, നിയമം ലംഘിക്കാനുള്ള പ്രേരണ, വർഗീയമായ ചേരിതിരിവുകൾ, വിഭാഗീയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രൈം ചെയ്യാനുള്ള പ്രേരണ, കുറ്റകൃത്യം ചെയ്യാൻ, മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കാം, കൊലപാതകത്തിന് പ്രേരിപ്പിക്കാം, ഇങ്ങനെയൊക്കെ കൊള്ളയ്ക്ക് പ്രേരിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിലൂടെ മെസ്സേജായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ, അതായത് ആശയവിനിമയം നടത്തിയാൽ അത് കുറ്റകൃത്യമാവും. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇപ്പൊ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ്, ഇത്തരത്തിലൊരു പേരിട്ടുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അത് യാതൊരു പ്രശ്നവുമില്ല. അത് നിയമപരമായി അതൊരു കുറ്റകൃത്യമല്ല. പക്ഷെ ധാർമ്മികമായും പൊളിറ്റിക്കലും ഒക്കെ മാറ്റി നിർത്താം, അത് നിയമം നോക്കില്ലല്ലോ. ഈ ഇതിനകത്തുകൂടെ എന്തെങ്കിലും തരത്തിലുള്ള വർഗീയമായ, ഭരണഘടനാ വിരുദ്ധമായ, രാജ്യവിരുദ്ധമായ ഒരു, അല്ലെങ്കിൽ ഭരിക്കുന്ന സ്റ്റേറ്റിന്റെ സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതാണ് ശരിക്കും കുറ്റകൃത്യം അവിടെയാണ് സംഭവിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ എന്താ, ഞാൻ നാളെ സ്വന്തമായിട്ടൊരു സംഘടന അങ്ങ് ഉണ്ടാക്കി, ഒരു പേരിട്ടു, അതിലെന്താ തെറ്റ്? സംഘടന ഉണ്ടാക്കാൻ നിയമം പറയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയുന്ന രീതിയിൽ അയാൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിലൂടെ എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ചും മതസ്പർദ്ധ. ഇപ്പം ഞാൻ പറയാം, ഞാനിവിടെ നിന്ന് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രസംഗിച്ചു, എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. കേസെടുക്കാം, എങ്ങനെയെന്നറിയാമോ? എൻ്റെ പ്രസംഗം കേട്ട് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി.
എങ്കിൽ എനിക്കെതിരെ കേസെടുക്കാം. ജാമ്യമില്ലാത്ത വകുപ്പാണ്, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും, ഗുരുതരമായ കുറ്റകൃത്യം. മറിച്ച് ഞാൻ എൻ്റെ വീട്ടിനകത്തിരുന്ന് എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രസംഗിച്ചു, ആരും കേൾക്കുന്നില്ല, അതുകൊണ്ട് എന്താ അത് എനിക്കെതിരെ ഒരു കേസും എടുക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണ് ഈ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ മതസ്പർദ്ധ വളർത്തുന്ന കേസ് എടുത്തിട്ട് അത് ഹൈക്കോടതിയൊക്കെ തള്ളിക്കളയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവരുടെ ആ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും സ്പർദ്ധയുണ്ടായി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയോ ഇല്ല, പിന്നെ അതിന് പ്രസക്തിയില്ല, കേസിനെ പ്രസക്തിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് കേസ് നിൽക്കില്ല, തുടരില്ല. ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങോട്ട് വരാം. ഈ DGP ഈ കേസിൽ അന്വേഷിച്ച്, അതായത് ഈ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ ഇദ്ദേഹം രംഗത്ത് വരുന്നത്. മാത്രമല്ല യുവ IAS ഉദ്യോഗസ്ഥ, ഒരു വനിതാ IASകാരി പരാതി കൊടുക്കുകയും ചെയ്തു. അതായത് എന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നത് എൻ്റെ സമ്മതമില്ലാതെ ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു. അതിലൊന്നും കാര്യമില്ല, വലിയ ഇല്ല. പോലീസ് ഒരു റൊട്ടീൻ അന്വേഷണം നടത്തും, റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ പേരിലൊന്നും അല്ല. അവിടെ ഒരു സംശയം, ഈ ഇപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ അത് പിന്നെ ഞാനൊരു പരാതി കൊടുത്താൽ അത് സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയില്ല. ഇനി അതല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു മുംബൈയിൽ നടന്ന ഒരു കേസാണ്. എന്നെ നിർബന്ധപൂർവ്വം എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ ഗ്രൂപ്പ് അഡ്മിനെതിരെ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് അടിച്ച് പോവാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ രേഖാമൂലം അഡ്മിനോട് പറയണം എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കും. ഇനി അയാൾ നിർബന്ധമായിട്ട് ഒഴിവാക്കാതിരിക്കുന്നു, നമുക്ക് ലെഫ്റ്റ് അടിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പരാതിയുമായിട്ട് സമീപിക്കാം. ഇവിടെ അതിൻ്റെ ഒന്നും യാതൊരു ഇതുമില്ല. ഈ പറഞ്ഞതുപോലെ ഈ എന്താ പറയണ്ടേ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർ പരാതിപ്പെട്ടു. അത് അവർ പരാതിപ്പെട്ടപ്പോഴാണ് ഈ ഗോപാലകൃഷ്ണൻ ഉടനെ അല്ല എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് മറ്റ് കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നതെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഗുരുതരമായൊരു കാര്യം, ഈ ഗോപാലകൃഷ്ണനെതിരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മല്ലു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനേക്കാൾ അല്ലെങ്കിൽ മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മല്ലു ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ടു, ഹിന്ദു ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും 11ഓളം പേജുകൾ ഉണ്ടാകുന്നതും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പരാതി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതും. ഈ പരാതി വ്യാജമാണെന്ന് ഗൂഗിളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട സെർവറുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അത് ഒരു ഗുരുതരമായ കുറ്റമാണെന്ന് മറ്റുള്ള കാര്യത്തിൽ ഗുരുതരമായ കുറ്റം നല്ലല്ല. ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. വ്യാജ പരാതി മാത്രമല്ല, എൻ്റെ പദവിയെ ഞാൻ ദുരുപയോഗം ചെയ്യലും കൂടിയാണ്. ഞാനൊരു IASകാരനാണ്. അപ്പോൾ എനിക്ക് ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പോലീസുകാരൻ പോയി പണി നോക്കണോ എന്ന് പറയും, അല്ലേ? ഇതൊരു IASകാരനായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ ചെയ്തത് തൻ്റെ പദവി, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു വ്യാജ പരാതി ഉണ്ടാക്കി. അങ്ങനെയൊന്നും IASകാർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു സ്ഥാനചലനോ അവിടുന്ന് വ്യവസായ വകുപ്പിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും പ്രാധാന്യം കുറഞ്ഞൊരു ഇതിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യാം. അല്ല, തൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തു സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കാനുള്ള ചട്ടം IAS-ൽ പറയുന്നുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താം. സർക്കാരിന് അയാളുടെ IAS എടുത്ത് കളയാൻ പറ്റില്ല. അത് കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി. ഇവിടെ ഇത് എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ ഇവർ ട്രൈബ്യൂണലിൽ പോകും. എന്നിട്ട് ട്രൈബ്യൂണലിൽ വാദം നടക്കും. ട്രൈബ്യൂണലിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഇതൊക്കെ വന്നിരുന്നാൽ ഈ IAS അസോസിയേഷനൊക്കെ ഇടപെട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു ഒതുക്കി നിർത്തും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ അതിനകത്ത് വലിയ എന്തെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാത്രമല്ല, ഇയാളിപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ. അതും തൽക്കാലം അനുമതി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അതും പിന്നെ സർക്കാർ പിടിച്ചു വെക്കും. അതേസമയം ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെതിരെ വേറൊരു രീതിയിലും, പിന്നെ ഇയാൾ വലിയൊരു അതിബുദ്ധി കാണിച്ചു, ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടാണ് പോലീസിൻ്റെ കൊടുത്തത്. അങ്ങനെയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശാരദാ മുരളീധരൻ്റെ കയ്യിലിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നത് നിയമപരമായിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്യാനോ പുള്ളിക്കെതിരെ പോലീസ് കേസ് എടുക്കാനോ ഉള്ള വകുപ്പൊന്നും അതിനകത്തുള്ളതായിട്ട് തോന്നുന്നു. IAS ഓഫീസർമാർക്കെതിരെ 6 മാസത്തിനപ്പുറം സസ്പെൻഷനിൽ നിർത്താൻ പറ്റില്ല. 6 മാസം പോലും പറ്റില്ല. അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രശാന്തൻ ഇതിൻ്റെ കൂടെ സസ്പെൻഷനിലായ ആളാണല്ലോ പ്രശാന്ത് നേരെ ട്രൈബ്യൂണലിൽ പോയി. ആൾറെഡി ട്രൈബ്യൂണലിൽ പോയി കഴിഞ്ഞു.
അദ്ദേഹത്തിന് അവിടുന്ന് ഇത് കിട്ടും, അനുകൂലമായ വിധി കിട്ടും. അല്ല, അദ്ദേഹത്തിനെതിരെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണല്ലോ പരാതി. അല്ല, അതൊക്കെ ഈ എന്താ പറയണ്ടേ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടമുണ്ട്, അത് ലംഘിച്ചു എന്നൊക്കെ ഉള്ളതാണ്. അതായത് വലിയ ഗുരുതരമായ രീതിയിലൊന്നും സർക്കാരും അവരെ ഉപദ്രവിക്കാൻ പോവില്ല. ഇതിപ്പോൾ ഗോപാലകൃഷ്ണനെതിരെ ഈ പറഞ്ഞ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കില്ല. അതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് യാഥാർത്ഥ്യം. അഖില എത്ര മിനിറ്റായി? ഓക്കെ, കത്തിയായിരുന്നു. ഒരു പാർത്ഥൻ ഒരു